നമസ്കാരം. കേരളത്തിലെ തെരുവുനായ ശല്യം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ലഹരിയെക്കാളും മറ്റെന്തിനേക്കാളും വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മന്ത്രിമാർക്കും മറ്റ് ജനപ്രതിനിധികൾക്കും ഉത്തരവാദിത്തപ്പെട്ടവർക്കും ഒക്കെ അത് അറിയാമെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ മനുഷ്യജീവന് ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാത്ത ഒരു ഭരണകൂടം ഇവിടെ നിലനിൽക്കുമ്പോൾ പലതും കണ്ടില്ല എന്ന് നടിച്ച് പല ലോബികൾക്കും പല മാഫിയകൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നത് വസ്തുതയാണ്. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ ഒരു 17-കാരൻ മരണപ്പെട്ടത്. അതിനു മുമ്പ് മറ്റ് കുറച്ച് ചെറിയ ചെറിയ മക്കൾ കുറച്ചു പേർ പേവിഷബാധയേറ്റ് ഇളകി മരണപ്പെട്ടിരുന്നു. ആ സമയത്തൊക്കെ ഡിഫറെന്റ് ആംഗിൾസ് അടക്കം ധാരാളം പേർ വീഡിയോ ചെയ്തിരുന്നു. കേരള സർക്കാരിന്റെ കീഴിൽ തന്നെ കോളേജുകളിൽ പഠിച്ചിറങ്ങിയ ഹോമിയോ ഡോക്ടർമാരടക്കമുള്ള മറ്റിതര വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. ഫലപ്രദമായ മരുന്നുണ്ട്. അലോപ്പതിയിൽ ചികിത്സ കഴിഞ്ഞ ശേഷം, അതായത് പേ ഇളകിയ ശേഷം എങ്കിലും അവർക്ക് മരുന്ന് കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. അവരുടെ ജീവനും വലുതാണ് എന്ന്. പക്ഷെ പുല്ലും തല്ലും അത് വകവച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ മരണത്തിന് കീഴടങ്ങിയത് നമ്മൾ കണ്ടു. ഇതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ആലപ്പുഴയിൽ ഒരു ക്യാൻസർ രോഗിക്കടക്കം 6 പേരെ തെരുവുനായ കടിച്ചു എന്ന് വാർത്ത വന്നത്. ആ തെരുവുനായക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. തിരുവല്ലയിലെ പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലെ ലാബില് പരിശോധിച്ച പരീക്ഷണത്തിലാണ് തെരുവുനായ്ക്ക് പേവിഷബാധ ഉണ്ടായിരുന്നതെന്ന് സ്ഥിരീകരിച്ചതായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിൽ ചൊവ്വാഴ്ച പുലർച്ചെയൊക്കെ ആയിട്ട് ഈ ക്യാൻസർ രോഗി അടക്കമുള്ള ധാരാളം പേര്, ഒരുപാട് പേരെ, അതായത് 6ഓളം പേരെ പ്രഥമ ദൃഷ്ടിയ പുറത്തറിയുന്ന കേസുകളാണ് കടിച്ചു. അതിൽ 12 വയസ്സുകാർ മുതൽ 67 വയസ്സുകാർ വരെ ഉണ്ടായിരുന്നു. പുലർച്ചെ രാവിലെ ജോലിക്കായി പുറത്തിറങ്ങിയ ധാരാളം പേർ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ഒരു വലിയ ഒരു അക്രമം നടന്നിട്ടും ഈ തെരുവുനായെ പൂട്ടാനോ അല്ലെങ്കിൽ അതിനെ പിടിക്കാനോ അതിനൊന്നും ആരും ഒന്നും ശ്രമിച്ചിരുന്നില്ല. അല്ലെങ്കിൽ തെരുവുനായകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു അധികാരികൾക്കുണ്ടായിരുന്നത് എന്നത് വളരെ കഷ്ടമാണ്. ഇതുവരെ പുറത്തു വന്ന മാധ്യമ റിപ്പോർട്ട് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെയുള്ള കണക്കെടുത്താൽ 100% വർധനവാണ് കടിയേൽക്കുന്ന കേസിൽ, പേപ്പട്ടി കടിയേൽക്കുന്ന കേസിൽ. സംസ്ഥാനത്ത് 2024 മാത്രം 3.16 ലക്ഷം, മനസ്സിലായില്ലേ, 3,16,000 പേർ പട്ടിയുടെ കടിയേറ്റു, തെരുവ് പട്ടിയുടെ കടിയേറ്റു എന്ന് പറയുമ്പോൾ, അതായത് 2024 ഒരു വർഷം മാത്രം 3,16,000 പേർക്ക് പട്ടിയുടെ കടിയേറ്റു, തെരുവ് നായ്ക്കളുടെ കടിയേറ്റു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീകരമാണ് കേരളത്തിന്റെ അന്തരീക്ഷം എന്ന് മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ വർഷം പേവിഷബാധയേറ്റ് മരിച്ചവരുടെ എണ്ണം എന്ന് പറഞ്ഞ 26 അതായത് ഈ 26 പേരെയും രക്ഷിക്കാൻ കഴിയുമായിരുന്നു. നമ്മൾ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ഈ ആരോഗ്യ മാഫിയയുടെ നമ്മുടെ ആരോഗ്യമന്ത്രി അടക്കം അതിന് കൂട്ടാണ്. കാരണം ആരോഗ്യമന്ത്രി അതിന് കൂട്ടല്ല എന്നുണ്ടെങ്കിൽ, ആരോഗ്യമന്ത്രി ശരിക്കും ഒരു ആരോഗ്യമന്ത്രി ആയിരുന്നു എന്നുണ്ടെങ്കിൽ മറ്റു വിഭാഗങ്ങളിൽ ഇതിനൊരു ചാൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കുമായിരുന്നു. ഇത് ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞിട്ടും സർക്കാരിന് തന്നെ ചിലവിൽ പഠിച്ചിറങ്ങുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ, ഡോക്ടർമാർ ഇവിടെ ഉണ്ടായിട്ടും അവരെ ഒന്നും പ്രയോജനപ്പെടുത്താതെ ഒരു വിഭാഗത്തിന്റെ മരുന്ന് മാഫിയയുടെ മാത്രം പിണിയാളായി പണിയെടുക്കുന്നത് കൊണ്ടാണ് ഈ 26 പേരും 2024 മരണപ്പെട്ടതെന്ന് പറയാതിരിക്കാൻ വയ്യ. അതിൽ കഴിഞ്ഞ മാസം മാത്രം 4 പിഞ്ചു കുട്ടികൾ, അതില് ഒരാള് 17 വയസ്സ്, ബാക്കി 3 വളരെ ചെറിയ മക്കൾ, വീട്ടുകാരുടെ പൊന്നോമനകൾ, അവരുടെ നഷ്ടപ്പെട്ടത് അങ്ങനെയാ. ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് പേവിഷബാധയ്ക്കെതിരെ, അതായത് കടിച്ചതിന് ശേഷം വാക്സിൻ കൊടുത്തവരാണ് മരണപ്പെട്ടവരിൽ കൂടുതലും എന്നാണ്. 2017 കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് 1,35,000 പേരാണ് പേരെയാണ് നായ കടിച്ചിരുന്നെങ്കിൽ അത് 2024 എത്തിയപ്പോൾ 3,16,000 അതായത് 133% വർധനയാണ് നായ്ക്കളുടെ കടി. ആരാണ് ഇതിനെ ഒന്ന് പിടിച്ചു കെട്ടുന്നത്? ഈ മെഡിക്കൽ മാഫിയെ പിടിച്ചു കെട്ടാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു മന്ത്രി ഉണ്ടോ? ഒരു ഭരണകൂടമുണ്ടോ? ഇല്ല. ഇവിടെ എനിക്ക് പ്രധാനമായും പറയാനുള്ളത്, ആലപ്പുഴയിൽ ഈ നാട്ടുകാരെ മുഴുവൻ കടിച്ചിട്ടുള്ള ഈ തെരുവുനായ പേയിളകി ചാവുമ്പോ 6 പേരെ കടിച്ചു എന്നതാണ് പ്രാഥമികമായി സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ഈ 6 പേർക്കും വാക്സിൻ കൊടുത്തിട്ടുണ്ട്, കടിയേറ്റ ശേഷം വാക്സിൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വാക്സിൻ ഈ അടുത്ത കാലത്ത് ഫലപ്രദമാണോ അല്ലയോ എന്ന് അറിയാൻ വയ്യ. പക്ഷെ ഏതെങ്കിലും തരത്തിൽ പേവിഷബാധ ഈ പറഞ്ഞ ആൾക്കാർക്ക് സ്ഥിരീകരിച്ചാൽ പിന്നെ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സയില്ല എന്നിരിക്കെ കൊണ്ട് ICUയിലും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് ഓക്സിജൻ സിലിണ്ടർ കൊടുത്ത് ഇടാതെ, അല്ലെങ്കിൽ അങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ ആ സമയത്ത് ഹോമിയോയുടെ ഒരു ചികിത്സ സ്വീകരിച്ചുകൊണ്ട് അവരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കണം. ഇവിടെ അത് ശ്രമിക്കുന്നില്ല. പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ മരണം എന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോണത്. വാക്സിൻ ഫലിക്കുന്നില്ല, ചികിത്സ ഫലിക്കുന്നില്ല. ചികിത്സ ഇല്ലാത്തൊരു വിഭാഗത്തിൽ എന്താണ് ചെയ്യുക? പേ ഇളകി കഴിഞ്ഞാൽ അലോപ്പതിയിൽ ചികിത്സ ഇല്ല.
പക്ഷെ ഹോമിയോയിൽ ഫലപ്രദമായ ചികിത്സയുണ്ട്. ഇത് രണ്ടും സർക്കാർ സംവിധാനത്തിൽ പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർ തന്നെയാണ്. പക്ഷെ മരുന്ന് കൊടുക്കാൻ സമ്മതിക്കില്ല. കാര്യം പേ വിഷബാധയ്ക്ക് ചികിത്സിക്കാൻ, അലോപ്പതിയെ ചികിത്സിക്കാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചേക്കാണ്. അത് മാറ്റണം. ഏതിലാണോ ഫലപ്രദമായ ചികിത്സയുള്ളത് ചെയ്യട്ടെ. ഇനി ഹോമിയോ മരുന്ന് കൂടി കഴിച്ചതിന് ശേഷം, ഏതായാലും മരിക്കാൻ തീരുമാനിച്ചാണ്, മരിക്കാൻ വിട്ടുകൊടുത്തതാണ്, ആ ഹോമിയോ മരുന്ന് കൊടുത്തതിന് ശേഷവും മരണപ്പെടുന്നെങ്കിൽ മരണപ്പെടട്ടെ. കൊടുക്കാതിരുന്നത് കൊണ്ട് ആണ് മരണപ്പെട്ടതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ എല്ലാ രോഗികൾക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥ വരുന്ന മുഴുവൻ ആൾക്കാർക്കും കൊടുത്താൽ ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ. മുഴുവൻ ആൾക്കാരും രക്ഷപ്പെടണമെന്നൊന്നുമില്ല. അതീവ ഗുരുതരമായ അവസ്ഥയുള്ള എല്ലാവരും രക്ഷപ്പെടണമെന്നൊന്നുമില്ല. പക്ഷെ നിലവിൽ ചരിത്രത്തിൽ മൃഗങ്ങൾക്ക് മുഴുവൻ കൊടുത്തിട്ടുള്ള മുഴുവൻ കേസുകളും രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പല വൈദ്യന്മാരും ഇത്തരത്തിൽ ചികിത്സ നടത്തിയിട്ടുള്ളത് മുഴുവൻ കേസും രക്ഷപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് അടക്കം ഉണ്ടായിരുന്നു. ആ വൈദ്യര് അടുത്ത കാലത്ത് മരണപ്പെട്ടു. പിന്നെ ഒരു റൊണാൾഡോ വൈദ്യരുണ്ട് പെരിന്തൽമണ്ണ. അദ്ദേഹം ചികിത്സിച്ചിട്ടുള്ള കേസുകളൊക്കെ, അതായത് പേപ്പട്ടി വിഷം പേ ഇളകിയതിനു ശേഷം ചികിത്സിച്ചിട്ടുള്ള മുഴുവൻ കേസുകളും സക്സസ് ആണ്, വിജയിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യലാവും. ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഒരു അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ. കൺപോളകൾ തുറക്കാൻ നിവൃത്തിയില്ല, കണ്ണടഞ്ഞാണിരിക്കുന്നത്. കേരളത്തിലെ കണ്ണാശുപത്രികൾ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള എല്ലാ ആശുപത്രിയിലും പോയി, രക്ഷയില്ല, ചികിത്സയില്ല. അവസാനം കണ്ണടയിൽ ഒരു ഉക്ക് വെച്ചു കൊടുത്തു, ഈ പോള മേലേക്ക് പിടിച്ചു വെക്കാൻ, തുറന്നു വെക്കാൻ വേണ്ടിയിട്ട്. അത് നടക്കില്ല. അവസാനം കൺപോള മുറിച്ചു കളയാമെന്ന് തീരുമാനിച്ചു. കൺപോള മുറിച്ചു കളഞ്ഞാൽ കണ്ണ് ഉണങ്ങി പൊടിഞ്ഞു പോവും. അതറിയാത്തവരല്ല, പൊട്ടന്മാരല്ല ഈ ഡോക്ടർമാർ. എന്നിട്ടും ആ ചികിത്സ ഇല്ല എന്ന് കരുതി ഒഴിവാക്കിയ കേസ് 24 മണിക്കൂറിനുള്ളിൽ പരിഹരിച്ചു കൊടുത്ത വൈദ്യരാണ് ഈ റൊണാൾഡോ വൈദ്യർ എന്ന് പറഞ്ഞ ആള്. 24 മണിക്കൂർ സമയം എടുത്തില്ല. അത് അദ്ദേഹം ഉണ്ടാക്കി, അദ്ദേഹം സ്പെഷ്യലായിട്ട് നിർമ്മിച്ച് ഇയാൾക്ക് വേണ്ടി ഉണ്ടാക്കിയ മെഡിസിൻ ഒന്നും അല്ല. നമ്മുടെ ഈ ഭാരതത്തിൽ ലഭ്യമായ പരമ്പരാഗതമായതും അല്ലാത്തതുമായ പല സാധനങ്ങളുടെയും കൂട്ട്, അത് ഔഷധമായി പ്രയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. 24 മണിക്കൂർ കൊണ്ടാണ് കൺപോള തുറന്നതിന് ശേഷം അദ്ദേഹം ലൈവിൽ വന്ന് കണ്ണ് തുറന്നു വെച്ച് ലൈവ് ചെയ്ത് നമ്മൾ കണ്ടതാ. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, കണ്ണിന്റെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ കേരളത്തില്. അവിടെ ഞാൻ എന്റെ ഈ കണ്ണ് കാണിക്കാൻ പോയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഇതിന് വേറെ ചികിത്സകളൊന്നുമില്ല, കൺപോള രണ്ടും മുറിച്ച് കളയാം, അതേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് കണ്ണടയിൽ ഒരു കമ്പി പോലത്തെ സാധനം വളച്ചു വെച്ചിട്ട് എന്റെ കൺപോള പൊക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്ത് തന്നു വിട്ടു. എന്നിട്ട് ഇവിടെ ഒന്ന് വൈദ്യര് ചികിത്സിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ വൈദ്യര് പറഞ്ഞു, അങ്ങനെ മുറിച്ച് കളഞ്ഞതെങ്കിൽ മുന്നോട്ട് കണ്ണുകൾ മൊത്തം പൊടിഞ്ഞു പോയേനെന്നാണ് വൈദ്യര് പറഞ്ഞത്. ജലാംശം മൊത്തം നഷ്ടപ്പെട്ടിട്ട് കണ്ണുകൾ മൊത്തം പൊടിഞ്ഞു പോയേനെന്ന്, കൺപോള മുറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ. അത് മുറിച്ച് കളയാതിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. ഈ രോഗിയും വൈഫും അവരുടെ ബന്ധുക്കളൊക്കെ കൂടി എൻ്റെ അടുത്തെത്തി ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ ശ്രമിച്ചു മീൻസ് കാസർഗോഡ് പോവുകയാണ് ചെയ്തത്. കാസർഗോഡ് പോയി ആ പേഷ്യൻറ്റിന് ഒരു ദിവസത്തെ മരുന്ന് കൊടുത്തു. അന്ന് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഇന്ന് രാവിലെ മരുന്ന് കൊടുത്ത് വൈകിട്ടായപ്പോഴേക്കും കൺപോളകൾ സ്വയം ഒരു 10, 15, 20% സ്വയം തുറക്കാനും അടയ്ക്കാനുമായി. 3 ദിവസം കൊണ്ട് കൺപോളകൾ പരിപൂർണമായിട്ട് നമ്മളുടെ പോലെ കൺപോളകൾ തുറക്കാനും അടയ്ക്കാനുമായി. ബ്രിജേഷ് പി ടി, വാഴക്കലായി. ഞാനും ഭാര്യയും 3 മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എനിക്ക് കണ്ണിന് ഒരു പ്രശ്നമുണ്ടായിട്ട് ചികിത്സയിലായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി. കേരളത്തിനകത്തും പുറത്തും കർണാടക, തമിഴ്നാട് എന്നിവയുടെ എല്ലായിടത്തും കറങ്ങി. അവസാനം ഇതിന് ചികിത്സകളൊന്നും ഇല്ല എന്ന് അവർ വിധി എഴുതി. അതിനു വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു 50 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവായി. ഈ 50 ലക്ഷം രൂപ നമ്മുടെ ഇവിടുത്തെ വ്യാപാരി സംഘടനയും ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും പിന്നെ ഞങ്ങൾ ലോണുകൾ എടുത്തും പിന്നെ വീടിൻ്റെ പൈസ കിട്ടിയത് അതുകൊണ്ടൊക്കെ ആയിട്ടാണ് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് എല്ലാം ചിലവായി കഴിഞ്ഞപ്പോൾ നമുക്കിതിന് പ്രതിവിധി ഇല്ല എന്ന് ഡോക്ടർമാർ എഴുതി. ഇത് 1 കോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു അസുഖമാണ് എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ മറ്റൊരു പെൺകുട്ടിയെ കണ്ടു, ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ മെഡിക്കൽ വിഭാഗം കൈയൊഴിഞ്ഞ ഒരു പെൺകുട്ടി, അവള് സുഖമായി നടക്കുന്നതും കണ്ടു പിന്നീട്. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മോഡേൺ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന അലോപ്പതി വിഭാഗത്തെ ആക്ഷേപിച്ചുകൊണ്ടല്ല. എല്ലാ മേഖലയിലും എല്ലാത്തിലും മരുന്നുണ്ടെന്ന് ഞാൻ പറയുകയുമില്ല. പക്ഷെ തങ്ങളുടെ അധീനതയിൽ ചികിത്സ ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ അത് ഹോമിയോ ആയാലും അലോപ്പതി ആയാലും ആയുർവേദമായാലും ആരായാലും ഏതിലാണോ ഒരു വിഭാഗം രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളത് അങ്ങോട്ട് റെഫർ ചെയ്ത് അവര് കൂടി ചേർന്നുകൊണ്ട് ട്രീറ്റ് ചെയ്ത് ആ ജീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിലകൊള്ളണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടിച്ച് അമർത്തുകയല്ല. കഴിഞ്ഞ പേപ്പട്ടി വിഷബാധ ഏറ്റവും മരണ റിപ്പോർട്ട് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ, ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും അലോപ്പതി വിഭാഗം മാത്രമേ തൊട്ടിട്ടുള്ളൂ. മറ്റൊരു വിഭാഗത്തെ തൊടാൻ അയച്ചിട്ടില്ല. ഇവർ പറയുന്ന എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് പരിശോധിച്ചിട്ടില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇതേ ഗവൺമെന്റിന്റെ കീഴിൽ
മെഡിക്കൽ കോളേജുകൾ പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാരെ ഇവർക്ക് വിശ്വാസമില്ല എന്നാണ്. അവർ പഠിപ്പിക്കുന്ന, അവർ ഉപയോഗിക്കുന്ന മെഡിസിനുകളെ അവർക്ക് വിശ്വാസമില്ല എന്നാണ്. അത് ഇവിടെ അലോപ്പതി മരുന്ന് മാഫിയയുടെ, മെഡിക്കൽ മാഫിയയുടെ IMA എന്ന് പറയുന്ന ഒരു യൂണിയന്റെ കീഴിൽ ഇവിടുത്തെ ഈ മന്ത്രി അടക്കമുള്ളവരും മറ്റുള്ളവരും അതുപോലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എല്ലാം അടിമകളായി കിടക്കുകയാണ് മാഫിയയുടെ കീഴിൽ. അല്ലെങ്കിൽ അവരിൽ നിന്ന് കാശ് വാങ്ങി അവർക്ക് വേണ്ടി പിണിപ്പണിയെടുക്കുകയാണ്. അതുകൊണ്ടാണത്. അത് മാറണമെന്നാ പറയുന്നത്. 6 പേരെ ഇപ്പൊ ആലപ്പുഴയിൽ കടിച്ചിട്ടുണ്ട്. എന്താണ് എന്റെ അവസ്ഥ എന്ന് ദൈവത്തിനെ അറിയുള്ളൂ. എനിക്ക് 6 പേരിന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയാനുള്ളത്, ദയവായി നിങ്ങളുടെ ആർക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഇനി ഇൻ കേസ് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ദയവായി നിങ്ങൾ ഹോമിയോ ചികിത്സ തേടണം. നിങ്ങൾ വാക്സിൻ എടുത്തു, മറ്റു ട്രീറ്റ്മെന്റ് എടുത്തു, എല്ലാം എടുത്തു, നിങ്ങൾ അലോപ്പതി ചികിത്സ തന്നെ ചെയ്തോളൂ. അതിന്റെ കൂട്ടത്തിൽ അവർ കൈമലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ഇളകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ ഹോമിയോ ചികിത്സ തേടണം. ഒരുപാട് ഡോക്ടർമാർ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. എല്ലാ ഡോക്ടർമാരും ഇത് പഠിച്ചു തന്നെയാണ് പുറത്തിറങ്ങുന്നത്. അത് ചികിത്സിച്ചും ഭേദമാകും. ഇനി ആ കാരണത്താൽ കൊടുത്തിട്ട് ഭേദമായില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പെരടി ചെന്ന് കയറാഞ്ഞാൽ മതി. ഇവിടുത്തെ കുഴപ്പം അതാണ്, ഒരു വാശി പോലെയാണ്. ഹോമിയോ മരുന്ന് കൊടുക്കാൻ പറയും, ആ കൊടുത്തിട്ട് രക്ഷപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട് രക്ഷപ്പെട്ടിട്ടില്ലല്ലോ, ഇനി കൊടുക്കണ്ടെന്ന് തീരുമാനിക്കും. ഈ പോകുന്ന എല്ലാ കേസുകളും രക്ഷപ്പെടുമെന്നാണോ പറയുന്നത്? അല്ല. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗം കൂടി നോക്കണം. ഈ 6 പേർ ഇത് ശ്രദ്ധിക്കണം. ഇനിയുള്ള മുഴുവൻ ആൾക്കാരും ഇത് ശ്രദ്ധിക്കണം. സർവോപരി ഇവിടുത്തെ സർക്കാർ, അതായത് ഈ സർക്കാരിന്റെ സംവിധാനമായിട്ടുള്ള ആരോഗ്യ വകുപ്പ് വെറും അലോപ്പതി വകുപ്പല്ല എന്ന് ഇനിയെങ്കിലും ഈ സർക്കാർ ഒന്ന് തിരിച്ചറിയണം. Different angles. Don't forget to subscribe and support this channel.